ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മഞ്ജുനോട് പ്രതീക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ പോയിരുന്നു അല്ലേ? നീ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ മാത്രമല്ല, നാട്ടിലുള്ളവരെല്ലാരും അറിഞ്ഞാണ്. നിങ്ങൾ വഴക്കൂടിയ വിവരവും സംസാരിച്ച കാര്യങ്ങളും ഒക്കെ ഓൺലൈൻ വാർത്തയായി ആരോ പ്രചരിപ്പിക്കുന്നുണ്ട്. ദാ നോക്ക്. സിറ്റി പോലീസ് കമ്മീഷണർ മഞ്ജു മാധവനും ഭർത്താവ് ഗിരിശങ്കറും തമ്മിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വെച്ച് വാക്കേറ്റമുണ്ടായി. വർഷങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന ഇരുവരും ഈ അടുത്താണ് തമ്മിൽ കണ്ടുമുട്ടിയത്. കമ്മീഷണറും ഭർത്താവും തമ്മിലുള്ള ഈ വഴക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലായിട്ടുണ്ട്. ഈ സൈബർ പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇത് അനിതയുടെ പണിയായിരിക്കും. ആരായാലും ഇതിൽ എഴുതിയിരിക്കുന്നൊക്കെ സത്യമല്ലേ? ഏട്ടനെ അവൾ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചില്ലേ? അതിന് മാത്രം എന്ത് തെറ്റാ ഗിരിയേട്ടൻ ചെയ്തത്? പ്രതീക്ഷയുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം അച്ഛൻ എന്ന നിലയിൽ ഗിരിയേട്ടനുണ്ട്. അല്ലെങ്കിൽ IPS ആയപ്പോ മഞ്ജുവിന് കുറച്ച് തണ്ടുകൂടിയിട്ടുണ്ട്. ഗിരിയേട്ടൻ പേടിക്കണ്ട, ആളുകളെല്ലാം ഗിരിയേട്ടന്റെ ഭാഗത്താ. മഞ്ജു കമ്മീഷണർ ആയപ്പോ പാവപ്പെട്ട ഗിരിയേട്ടനെ തഴഞ്ഞു എന്നൊക്കെയാ വാർത്ത വന്നിരിക്കുന്നത്. എല്ലാവരും മഞ്ജുവിനൊരു വഞ്ചകയായിട്ടാ കാണുന്നത്. കാശും പദവിയൊക്കെ കിട്ടിയപ്പോ സ്വന്തം ഭർത്താവിനെ മഞ്ജു ഉപേക്ഷിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, മോളെ തല്ലാനുള്ള അവകാശം മഞ്ജുവിനില്ലെന്നാ ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് മഞ്ജുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഗിരിയേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? അവരെല്ലാം ഗിരിയേട്ടനെ അനുകൂലിച്ചല്ലേ സംസാരിച്ചിരിക്കുന്നേ. ഈ അവസരം മുതലെടുക്കുകയാണ് വേണ്ടത്. മുതലെടുക്ക്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഗിരിയേട്ടൻ ഇപ്പോ മഞ്ജുവിനെതിരെ ഡിവോഴ്സ് കേസ് കൊടുക്കണം. പോരാത്തതിന് പ്രതീക്ഷയുടെ കസ്റ്റഡി ചോദിച്ചുകൊണ്ടും ഒരു കേസ് ഫയൽ ചെയ്യണം. 2 കേസും കൂടി വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ മഞ്ജു പകച്ചുപോകും. ഇത്രയും കാലം മോളെ ഗിരിയേട്ടനിൽ നിന്ന് മാറ്റി വളർത്തിയത് മഞ്ജു ചെയ്ത വലിയൊരു തെറ്റാ. ഗിരിയേട്ടൻ മഞ്ജുവിന്റെ പുറകെ നടന്നിട്ടും അവള് ഗിരിയേട്ടനോട് ക്ഷമിച്ചില്ലല്ലോ. അവള് കാരണം അമ്മ കോമയിലും ആയി. മഞ്ജു ഗിരിയേട്ടനോട് ചെയ്തതിനെല്ലാം തിരിച്ചടിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടാ മതി. തിരിച്ചടിക്കാനോ? മഞ്ജുവിന്റെ ഭാര്യയാണ്, ശത്രുവല്ല. അവളെ തകർക്കാനോ നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയാക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഈ വാർത്ത പ്രചരിപ്പിച്ചവരിൽ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ നാട് വിടാൻ പറഞ്ഞു. എന്റെ കൈ കിട്ടിയ അടിച്ച് അവരുടെ നട്ടില് ഞാൻ ഊരും. നീ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ വാർത്ത അപ്രത്യക്ഷമാവും. അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഗിരിയേട്ടന് നാണമില്ലേ? പ്രതീക്ഷയുടെ മീതെ ഗിരിയേട്ടന് ഒരു അവകാശവും ഇല്ല എന്നുള്ള തരത്തിലല്ലേ മഞ്ജു സംസാരിച്ചത്? എന്നിട്ടും ഗിരിയേട്ടന് പ്രതികരിക്കാൻ തോന്നില്ലേ? മഞ്ജുവിന് എന്നോട് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. അമ്മൂനെ ഇത്രയും വളർത്തി വലുതാക്കിയത് അവൾ ഒറ്റയ്ക്ക്. ഇതുവരെ അവളുടെ മുമ്പിൽ പോലും വരാത്ത ഞാൻ അച്ഛനാണെന്നും പറഞ്ഞ് അവകാശം സ്ഥാപിക്കാൻ ചെന്ന അവൾക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്. അവൾക്ക് അമ്മൂന്റെ മീതെയുള്ള അവകാശം ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അവൾ സമ്മതിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ അമ്മൂന്റെ ജീവിതത്തിന്റെ ഭാഗമാവൂ. പിന്നെ ഡിവോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്നുള്ള വ്യാമോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. മഞ്ജു എന്നെ തള്ളി പറഞ്ഞാലും എന്റെ മനസ്സിൽ അവൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. നീ പറഞ്ഞില്ലേ എനിക്ക് നാണമില്ലാന്ന്? ഞാനൊരു നാണം കെട്ടവനായതുകൊണ്ടാ നിന്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചത്. ആ തെറ്റിന് പ്രായശ്ചിത്തമായി ജീവിതകാലം മുഴുവൻ
അവളിൽ നിന്ന് അവഗണനയും അപമാനവും ഏറ്റുവാങ്ങണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. കാരണം എനിക്ക് മഞ്ജുവിനെ അത്രയ്ക്കിഷ്ടമാണ്. മഞ്ജുവിനെതിരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഗിരിയേട്ടനത് കാര്യാക്കുന്നില്ലല്ലോ. മഞ്ജുവിന്റെ മുഖം ഗിരിയേട്ടന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞിട്ടുണ്ടാവണം. എനിക്ക് ഗിരിയേട്ടനെ സ്വന്തമാക്കിയേ പറ്റൂ. അതിന് இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.